ഒരു സംശയവും വേണ്ട. കളങ്കമില്ലാത്ത, ഒരു ചീത്തപ്പേരും കേൾക്കാത്ത നമ്മുടെ എല്ലാം സഹോദരനായ ജനീഷാണ് ഇവിടെ മത്സരിക്കാൻ പോകുന്ന UDF-ന്റെ സ്ഥാനാർത്ഥി. ഒരു സംശയവും ആകാര്യത്തില്ല. ഞാൻ KPCCയുടെ ജനറൽ സെക്രട്ടറി എന്ന പേരിലാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. കൊടുങ്ങല്ലൂരിൽ OJ ജനീഷ് തന്നെയായിരിക്കും UDF സ്ഥാനാർത്ഥിയെന്ന് KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ. മാളയിൽ OJ ജനീഷ് നടത്തിയ ഉപവാസ സമരത്തിന്റെ സമാപന വേദിയിലായിരുന്നു TU രാധാകൃഷ്ണന്റെ പ്രഖ്യാപനം. പ്രതിപക്ഷ നേതാവിനെതിരായ മത്സരത്തിന് തയ്യാറായതായി CPI സ്ഥാനാർത്ഥി E.T. ടൈസൺ. പറവൂരിൽ മത്സരിക്കുന്നതിൽ റിസ്ക് ഉണ്ട്. അനുകൂല ഘടകങ്ങളും പ്രതികൂല ഘടകങ്ങളും ഉണ്ടെന്ന് E.T. ടൈസൺ. നാട്ടികയിൽ ഗീതാ ഗോപിയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് CC മുകുന്ദൻ MLA. നാട്ടികയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും മുകുന്ദൻ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കൊടുങ്ങല്ലൂരിൽ OJ ജനീഷ് തന്നെയായിരിക്കും UDF സ്ഥാനാർത്ഥിയെന്ന് KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ. മാളയിൽ OJ ജനീഷ് നടത്തിയ ഉപവാസ സമരത്തിന്റെ സമാപന വേദിയിലായിരുന്നു TU രാധാകൃഷ്ണന്റെ പ്രഖ്യാപനം. തികഞ്ഞ ഉത്തരവാദിത്തോടെയാണ് താനിത് പറയുന്നതെന്നും TU രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ഒരു സംശയവും വേണ്ട. കളങ്കമില്ലാത്ത, ഒരു ചീത്തപ്പേരും കേൾക്കാത്ത നമ്മുടെ എല്ലാം സഹോദരനായ ജനീഷാണ് ഇവിടെ മത്സരിക്കാൻ പോകുന്ന UDF-ന്റെ സ്ഥാനാർത്ഥി. ഒരു സംശയവും ആകാര്യത്തില്ല. ഞാൻ KPCCയുടെ ജനറൽ സെക്രട്ടറി എന്ന പേരിലാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. മാളയിൽ കോൺഗ്രസ് നടത്തിയ ഉപവാസ സമരത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു KPCC ജനറൽ സെക്രട്ടറിയുടെ പ്രഖ്യാപനം. കൊടുങ്ങല്ലൂരിൽ പാഴായ 10 വർഷങ്ങളാണ് കടന്നുപോയത്. വികസനം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങി, TU രാധാകൃഷ്ണൻ പറഞ്ഞു. കളങ്കമില്ലാത്ത ആ മനസ്സും ആ വ്യക്തിത്വവും നമുക്ക് എന്നും മുതൽക്കൂട്ടായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജാതി മത ചിന്തകൾക്കപ്പുറത്ത് ജനീഷിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ കൊടുക്കാൻ, ഇവിടെ നടന്നു എന്ന് പറയുന്ന വികസന പ്രക്രിയകൾ ഇല്ല എന്ന് പറയാനാണ് നമ്മൾ ഇന്നിവിടെ ഈ ധർണ സംഘടിപ്പിച്ചത്, ഈ ഉപവാസം സംഘടിപ്പിച്ചത്. വിവിധ ആവശ്യങ്ങളും നടപ്പാക്കാൻ കഴിയാതെ പോയ പദ്ധതികളും ചൂണ്ടിക്കാട്ടിയാണ് UDF മാളയിൽ OJ ജനീഷിന്റെ നേതൃത്വത്തിൽ ഉപവാസം നടത്തിയത്. രാവിലെ ആരംഭിച്ച ഉപവാസം AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളാണ് ജനാധിപത്യത്തിൽ യജമാനന്മാർ, ജനങ്ങളാണ് ജനാധിപത്യത്തിൽ തമ്പുരാക്കന്മാർ. ജനങ്ങളാകുന്ന യജമാനന്മാരെ സേവിക്കുന്ന സേവകന്മാർ മാത്രമാണ് ജനപ്രതിനിധികൾ. പഞ്ചായത്ത് മെമ്പറായാലും, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായാലും, ജില്ലാ പഞ്ചായത്ത് മെമ്പറായാലും, MLA ആയാലും, MP ആയാലും സേവകന്മാർ മാത്രമാണ്. അവർ ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച്, ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് രാഷ്ട്രീയ കൊടികളൊന്നും നോക്കാതെ ജനവികാരം മാനിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നന്മയും ക്ഷേമവും വികസനവും ചെയ്യുന്നവരാണ് ജനപ്രതിനിധികളാകേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ അതല്ല ഇവിടെ ഉണ്ടായത്. അത് അഷ്ടമിച്ചിറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ കാര്യത്തിലായാലും ഇങ്ങനെ തുടങ്ങി. ഇവിടെ ഓരോന്നോരോന്ന് എടുത്തു പറഞ്ഞാൽ ഇവിടെ വരുമ്പോ ഈ കാണുന്ന ഈ മാള സെന്റർ എങ്ങനെ ഉണ്ടായി? ഈ മാള സെന്റർ എവിടെയായിരുന്നു? മാള സെന്ററിൽ ഈ ഭൂമി എവിടെയായിരുന്നു? OJ ജനീഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഔദ്യോഗികമല്ലാതെ തന്നെ തുടക്കം കുറിക്കുന്ന പരിപാടിയായി ഉപവാസ സമരം മാറി. കൊടുങ്ങല്ലൂരിന്റെ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് പ്രവർത്തകർ അഭിവാദ്യമർപ്പിക്കാനെത്തി. മുൻ MLA-മാരായിരുന്ന TN പ്രതാപനെയും TU രാധാകൃഷ്ണനെയും ഉദ്ഘാടകരാക്കിയും ഘടകകക്ഷി നേതാക്കളെ വിളിച്ചുവരുത്തിയും അണികളിൽ തെരഞ്ഞെടുപ്പ് ആവേശം നിറയ്ക്കാനും ഒരു ചുവട് മുന്നേ നീങ്ങാനുമാണ് കൊടുങ്ങല്ലൂരിൽ കോൺഗ്രസിന്റെ തീരുമാനം. LDF NDA സ്ഥാനാർത്ഥികളുടെ വരവോടെ ഈ ആവേശം നിലനിർത്തുക എന്നതാണ് UDF-ന്റെ വെല്ലുവിളി. മീഡിയ ടൈം, മാള. പ്രതിപക്ഷ നേതാവിനെതിരായ മത്സരത്തിന് തയ്യാറായതായി CPI സ്ഥാനാർത്ഥി E.T. ടൈസൺ. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ പ്രതികരണമാണിത്. പറവൂരിൽ മത്സരിക്കുന്നതിൽ റിസ്ക് ഉണ്ട്. അനുകൂല ഘടകങ്ങളും പ്രതികൂല ഘടകങ്ങളും ഉണ്ടെന്ന് അറിയാം. എറണാകുളം ജില്ലയിൽ തനിക്കെതിരെ വികാരമുണ്ടോ എന്നതിനെക്കുറിച്ച് തനിക്കറിവില്ല. പാർട്ടി പറഞ്ഞു മത്സരിക്കുന്നു എന്നും E.T. ടൈസൺ പറഞ്ഞു. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി പ്രസ്ഥാനം പറഞ്ഞാൽ
ആ സ്ഥലത്ത് മത്സരിക്കുക എന്നുള്ളത് പ്രാഥമികമായിട്ടുള്ള ഒരു കടമയാണ്. അത് നിർവഹിക്കപ്പെടണം എന്ന് പാർട്ടി ആവശ്യപ്പെട്ടു. ഇന്നലെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടി അവിടെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മത്സരിക്കാൻ തയ്യാർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതാണ്, നമ്മളെ വ്യക്തിയാധിഷ്ഠിതമല്ല ഇക്കാര്യം. ഇവിടെ 2 പ്രാവശ്യം എനിക്ക് അവസരം തന്നു, ഞാൻ ജയിച്ചു. ആളുകൾക്ക് ഇപ്പോഴും വേണമെന്നുണ്ടെങ്കിലും വേണം, ഈ മണ്ഡലത്തിൽ തന്നെ വേണമെന്ന ആഗ്രഹം കൂടിയുള്ളവരാണ് ഇവിടെ. ഒരു സേഫായിട്ടുള്ള മണ്ഡലമാണ്. അങ്ങനെ ഒരാൾക്ക് തന്നെ മാത്രമായിട്ടൊരു മണ്ഡലമൊന്നുമില്ല. നമ്മളോട് ഇപ്പോൾ വേറെ സ്ഥലത്ത് മത്സരിക്കാൻ പറയുന്നു. പൂർണ്ണമായ സമ്മതത്തോടു കൂടി തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. ഇതിൽ യാതൊരു തരത്തിലുള്ള വിഷമതകളോ പ്രശ്നങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ഇല്ലാതൊന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. ഞാൻ ഇന്നോ നാളെയോ ഒക്കെ പാർട്ടി ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. അപ്പോൾ അതിനനുസരിച്ച് എനിക്കിപ്പോൾ തുടർച്ചയായി ജയിച്ചിരുന്നൊരു മണ്ഡലമാണ്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള റിസ്ക് ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാലും നമ്മൾ ആ മത്സരത്തിന് ഇറങ്ങുന്നു. മത്സരത്തിലുള്ള പലതരത്തിലുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അവിടെ രൂപപ്പെട്ടിട്ടുണ്ടെന്ന് അറിയുന്നു. നമുക്ക് ഫൈറ്റ് ചെയ്യാം. നമുക്കൊരു നല്ലൊരു മത്സരം എന്ന് പറയുന്നത് പ്രധാനമല്ല. എനിക്കതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഒതുക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് മാറുന്നത് ചിലരെങ്കിലും പറയുന്നുണ്ട്. അതിൽ കാര്യമുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്നെ സംബന്ധിച്ച് അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മളിപ്പോൾ പോകുന്നൊരു സ്ഥലത്ത് എന്താണ് അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്നുള്ള കാര്യത്തിൽ കുറച്ച് കഴിഞ്ഞാൽ എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും. വിജയപ്രതീക്ഷയുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എനിക്കങ്ങനെ പറയാൻ കഴിയുന്നില്ല. എനിക്ക് അറിഞ്ഞുകൂടല്ലോ ഈ മണ്ഡലം സംബന്ധിച്ച്. എന്തായാലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, സംസ്ഥാനത്ത് മൊത്തം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇടതുപക്ഷത്തിനുള്ളൊരു പ്രത്യേക ഇതുണ്ട്. ആ മേൽക്കൈയൊക്കെ എനിക്കും അനുകൂലമായിട്ട് വരുമെന്നാണ് ഞാൻ. നാട്ടികയിൽ ഗീതാ ഗോപിയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് CC മുകുന്ദൻ MLA. നാട്ടികയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും മുകുന്ദൻ പ്രഖ്യാപിച്ചു. കോൺഗ്രസ് നേതാക്കൾ മുകുന്ദനെ കണ്ട് പിന്തുണ അറിയിച്ചു. പണം പിരിച്ചു നൽകുന്നതാണ് ഗീതാ ഗോപിയുടെ യോഗ്യത എന്ന മുകുന്ദന്റെ ആരോപണം ഗീതാ ഗോപിയും CPIയും തള്ളി. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി തന്നെ നമ്മളതിൽ പരിശോധിക്കുമ്പോൾ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അവരെ വെച്ച് ഒരുപാട് മോശപ്പേര് കേട്ടതിൻ്റെ ശേഷമാണ് അവരെ പാർട്ടി തന്നെ വീണ്ടും ഇതിലേക്ക് കൊണ്ടുവന്നത്. അല്ല വേറെ ആളെ കൊണ്ടുവരാൻ ഓക്കെ, ഇതല്ല, ഇത് കഴിഞ്ഞ പ്രാവശ്യം മാറ്റിയിട്ടാണ് എന്നെ ആക്കിയത്. അവർ എന്നേക്കാളും കൂടുതൽ സാമ്പത്തികം മേടിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു സ്ത്രീയാണ് അവൾ. എനിക്ക് 10 രൂപ പാർട്ടിക്ക് മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അവരിപ്പോൾ എൻ്റെ ഒരു കുറവായിട്ട് കണക്കാക്കുന്നു. പിന്നെ എന്നിട്ട് പാർട്ടി അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക ചേച്ചിയായിട്ട് ചിലപ്പോൾ സ്റ്റേറ്റിൽ വരെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഫണ്ട് മേടിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയാണ് അവർ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാമ്പത്തിക പദ്ധതിയുള്ളവരെ കൊണ്ടുവരിക, രക്ഷപ്പെടുക എന്നുള്ളതാണ്. ഒറ്റത്തവണ മാത്രം മത്സരിച്ച് തന്നെ ഒഴിവാക്കി ഗീതാ ഗോപിക്ക് 3ാം ഊഴം നൽകിയതിൽ കലഹിച്ചാണ് മുകുന്ദൻ പാർട്ടി വിട്ടത്. ഗീതാ ഗോപിക്കെതിരെ നാട്ടികയിൽ തന്നെ മത്സരിക്കാനാണ് മുകുന്ദന്റെ തീരുമാനം. UDF മുകുന്ദനെ പിന്തുണയ്ക്കും. പണം പിരിച്ചു നൽകുന്നതാണ് ഗീതാ ഗോപിയുടെ യോഗ്യതയെന്ന് ആദ്യം ആരോപണം ഉന്നയിച്ച മുകുന്ദൻ പിന്നീട് ആരോപണം കടുപ്പിച്ചു. പേയ്മെന്റ് സീറ്റ് എന്ന മുകുന്ദന്റെ ആക്ഷേപം പാർട്ടി തള്ളി. മുകുന്ദന്റെ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാതെ ഗീതാ ഗോപി ഒഴിഞ്ഞുമാറി. കഴിഞ്ഞ കുറച്ചുനാളായി പാർട്ടിയുമായി സ്വരച്ചേർച്ചയിൽ ആയിരുന്നില്ല മുകുന്ദൻ. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെ സമ്മേളനവേദി ബഹിഷ്കരിച്ച് മുകുന്ദൻ പുറത്തു വന്നിരുന്നു. പിന്നീട് നേതാക്കൾ ഇടപെട്ട് അനുനയിപ്പിച്ച് കൂടെ നിർത്തുകയായിരുന്നു. പാർട്ടി ഒരു വട്ടം കൂടി മത്സരിക്കാൻ അവസരം തരുമെന്ന് മുകുന്ദൻ പ്രതീക്ഷിച്ചിരുന്നു. ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ കടുത്ത എതിർപ്പിനെ തുടർന്നാണ് ഇത്തവണ സ്ഥാനാർത്ഥിത്വം നഷ്ടമായത്. ഗീതാ ഗോപിയാണ് സ്ഥാനാർത്ഥി എന്നറിഞ്ഞതിന് പിന്നാലെ മുകുന്ദൻ കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ടു. മുകുന്ദനെ കൂടെ കൂട്ടാൻ കഴിയുന്നതിലൂടെ നാട്ടിക സീറ്റ് പിടിക്കാൻ ആകുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. തെരഞ്ഞെടുപ്പിൽ തൊട്ടുമുമ്പുള്ള മുകുന്ദന്റെ കലഹം CPIക്ക് ഉണ്ടാക്കുന്ന പ്രഹരം ചെറുതല്ല. മീഡിയ ടൈം, തൃശൂർ. പഞ്ചായത്ത് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ദിവസം തന്റെ കവിതകൾ പുസ്തകമായി പ്രസിദ്ധീകരിക്കണമെന്ന ആഗ്രഹം ബാക്കിവെച്ചാണ് സുജൻ പൂപ്പത്തി കടന്നുപോയത്. കഴിഞ്ഞ ദിവസം സുജന്റെ ഓർമ്മകൾ തിങ്ങിയ സദസ്സിനു മുന്നിൽ കവിതാ പുസ്തകം പ്രകാശിതമായി. വിരമിക്കുന്ന ദിവസം പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കാനായി സുജൻ പൂപ്പത്തി സൂക്ഷിച്ച 43 കവിതകളുടെ സമാഹാരം പ്രകാശനം ചെയ്തു. മാളയിൽ കവി കൂരിപ്പുഴ ശ്രീകുമാറിൽ നിന്ന് സുജൻ പൂപ്പത്തിയുടെ ഭാര്യ KB രജനി പുസ്തകം ഏറ്റുവാങ്ങി. കവിതകൾക്ക് അനുയോജ്യമായ ചിത്രങ്ങൾ വരച്ചത് സുജന്റെ മക്കളായ അധീനയും ആദിത്യ നന്ദഗോപാലുമാണ്. 2026 ഫെബ്രുവരി 28-ന് പഞ്ചായത്ത് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ദിവസം പുസ്തകമായി പ്രസിദ്ധീകരിക്കണമെന്നായിരുന്നു സുജൻ പൂപ്പത്തിയുടെ ആഗ്രഹം. പുസ്തക പ്രകാശന ചടങ്ങിൽ VR സുനിൽകുമാർ MLA, പുയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ്, ഡോക്ടർ C രാവുണ്ണി, അശോകൻ ചെരുവിൽ, ഡോക്ടർ RLV രാമകൃഷ്ണൻ, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്നിവരും പങ്കെടുത്തു. ഒരു ഭരണ സംവിധാനത്തെ തന്നെ ഏറ്റവും നല്ല രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് പുയ്യ ഗ്രാമപഞ്ചായത്തിലിരിക്കുമ്പോൾ സുജൻ്റെ ആ ഒരു നല്ല പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്.
വിവിധങ്ങളായിട്ടുള്ള മേഖലയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന ആ സൗഹൃദവും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഏതെല്ലാം രീതിയിൽ ഒരു സംവിധാനത്തെ കൊണ്ടുപോകണമെന്നും എങ്ങനെ ഉദ്യോഗസ്ഥരോടും എങ്ങനെ ജനങ്ങളോടും പെരുമാറണം, അതാണൊരു ഉദ്യോഗസ്ഥന് വേണ്ടതായിട്ടുള്ളൊരു നല്ല വശമെന്ന് പറയുന്നത്. തൻ്റെ കഴിവുകൾ പൂർണ്ണാർത്ഥത്തിൽ തന്നെ പ്രകടിപ്പിക്കുകയും ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആ ഭരണ സംവിധാനങ്ങളെ കൊണ്ടുപോകുന്നതിന് അവർക്കൊരു ഉത്തേജകമായിട്ട് നിന്നിട്ടുള്ള വ്യക്തിയാണ്. കവി എന്നുള്ളതിൽ നിന്നുപരിയായിട്ട്, ഒരു കലാകാരൻ എന്ന നിലയിൽ നിന്നുപരിയായിട്ട് ഒരു പഞ്ചായത്തിൻ്റെ ഭരണം തന്നെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമായിരുന്നു സുജൻ എന്ന് പറയുന്നത്. എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള നല്ല അടുപ്പ ബന്ധം, ആ കുടുംബവുമായിട്ടുള്ള ബന്ധം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് തന്നെ. അപ്പോൾ അതുകൊണ്ട് സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അത് കവിതയിലൂടെയും സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. മീഡിയ ടൈം മാള. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ആമ്പല്ലൂർ കല്ലൂരിൽ ചരക്ക് ലോറി വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. കല്ലൂർ മഠം വഴിക്ക് സമീപത്തായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ചരക്ക് ലോറി വൈദ്യുതി പോസ്റ്റിലിടിക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ ആയിരുന്നു അപകടം. KCB അധികൃതരെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. ടോൾ ഒഴിവാക്കി ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി ദിനം പ്രതി കടന്നു പോകുന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ എഴുത്തുകാരൻ പ്രൊഫസർ കേശവൻ വെള്ളിക്കുളങ്ങര അനുസ്മരണം സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ M. കുമാർ ഉദ്ഘാടനം ചെയ്തു. വായനശാല വൈസ് പ്രസിഡന്റ് TJ ബേബി അധ്യക്ഷത വഹിച്ചു. സേതു മാധവ്, ജോയ് കൈതാരത്ത്, അച്യുത പ്രസാദ്, റഷീദ് എറാത്ത്, PM ജോണി, EH സഹീർ, AU ഷിഹാബുദ്ദീൻ, ME ഹംസ എന്നിവർ സംസാരിച്ചു. ജില്ലാ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം ചാലക്കുടി ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ വെച്ച് നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു യോഗം ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ VJ ജോജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോർഡിനേറ്റർ VV ശ്യാംലാൽ, KS സുബൈദ, PK മനോജ്, ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. വിഖ്യാത ചരിത്രകാരൻ KN പണിക്കർ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ചൊവ്വാഴ്ച 10 മണി മുതൽ ജവഹർ നഗറിലെ വീട്ടിൽ പൊതുദർശനം നടത്തും. തുടർന്ന് വൈകിട്ട് 4 മണിക്ക് ശാന്തി കവാടത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ, കേരള ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ അധ്യക്ഷൻ, ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ആദ്യ ചെയർമാൻ തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരു സംശയവും വേണ്ട, കളങ്കമില്ലാത്ത, ഒരു ചീത്തപ്പേരും കേൾക്കാത്ത നമ്മുടെ എല്ലാം സഹോദരനായ ജനീഷാണ് ഇവിടെ മത്സരിക്കാൻ പോകുന്ന UDF-ന്റെ സ്ഥാനാർത്ഥി. ഒരു സംശയവും ആകാര്യത്തില്ല. ഞാൻ KPCCയുടെ ജനറൽ സെക്രട്ടറി എന്ന പേരിലാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. കൊടുങ്ങല്ലൂരിൽ OJ ജനീഷ് തന്നെയായിരിക്കും UDF സ്ഥാനാർത്ഥിയെന്ന് KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ. മാളയിൽ OJ ജനീഷ് നടത്തിയ ഉപവാസ സമരത്തിന്റെ സമാപന വേദിയിലായിരുന്നു TU രാധാകൃഷ്ണന്റെ പ്രഖ്യാപനം. പ്രതിപക്ഷ നേതാവിനെതിരായ മത്സരത്തിന് തയ്യാറായതായി CPI സ്ഥാനാർത്ഥി E.T. ടൈസൺ. പറവൂരിൽ മത്സരിക്കുന്നതിൽ റിസ്ക് ഉണ്ട്. അനുകൂല ഘടകങ്ങളും പ്രതികൂല ഘടകങ്ങളും ഉണ്ടെന്ന് E.T. ടൈസൺ. നാട്ടികയിൽ ഗീതാ ഗോപിയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് CC മുകുന്ദൻ MLA. നാട്ടികയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും മുകുന്ദൻ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.